അടിച്ചൊതുക്കാൻ ശ്രമിക്കേണ്ട പ്രതിഷേധത്തെ എന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ കാണാം വേഗത്തിൽ. കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് നേതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റം. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കാണാനെത്തിയ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചെന്നാണ് ആരോപണം. പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചെന്നും അവരെ കാണാൻ ശ്രമിച്ചതിനാണ് തന്നെയും ആക്രമിച്ചതെന്നും ഷാഫി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ലാത്തി ചാർജിനെതിരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ ഉപരോധം അവസാനിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഉറപ്പിനെ തുടർന്നാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധം. രാവിലെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. പ്രതിഷേധം തുടരുന്നതിനിടെ തിരുവനന്തപുരം വെള്ളാറിലെ പരിപാടി മുഖ്യമന്ത്രി അവസാന നിമിഷം റദ്ദാക്കി. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂരിൽ ഇന്നും കരിങ്കൊടി പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. കരിങ്കൊടി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ചോദ്യം ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളി. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത്. ഇസ്ലാമിക വർഗീയവാദത്തിന്റെ കേന്ദ്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് MV ഗോവിന്ദൻ. കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി അന്തർധാര വ്യക്തമാണ്. പിണറായി മോദിയും ജനവിരുദ്ധ നയങ്ങളിൽ മത്സരിക്കുകയാണെന്ന KC വേണുഗോപാലിന്റെ വാദം സ്ഥലജല വിഭ്രാന്തി മൂലമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ UDFന് മൗനമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരക്ഷരം മിണ്ടിയില്ല. മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണം. ചർച്ചയിൽ കാര്യമില്ലെന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയതായും റിയാസ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് UDF RSS ചർച്ച നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അസംബന്ധമെന്ന് VD സതീശൻ. പിണറായിയും CPM-ഉം 42 വർഷമായി ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ ലീഗിനെ ബന്ധപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വിചിത്രമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിലവിലെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. ജമാഅത്ത് RSS ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നതാണ് ലീഗ് നിലപാടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. RSSുമായുള്ള ചർച്ച അർത്ഥശൂന്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി മുഖമാസികയിലെ ലേഖനം. നവംബർ മാസത്തിലെ പ്രബോധനം വാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് RSSുമായുള്ള ചർച്ചകൾ ബുദ്ധിശൂന്യതയാണെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും രക്ഷാകവചം ഒരുക്കാനാണ് ജനകീയ പ്രതിരോധ ജാഥയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിരോധ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ജാഥ വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. DYFI നേതാവിന്റെ മർദ്ദനമേറ്റ SFI വനിതാ നേതാവിനെതിരെ അന്വേഷണ കമ്മീഷൻ. DYFI ബ്ലോക്ക് കമ്മിറ്റിയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം കൂടിയായ പെൺകുട്ടിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് യോഗത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ SFI വനിതാ നേതാവിനെ മർദ്ദിച്ച DYFI നേതാവിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. കൃത്യമായ ഇടപെടൽ സംഭവത്തിലുണ്ടായിട്ടുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ആകാശ് തില്ലങ്കേരി വിഷയത്തിൽ DYFI തകർക്കാൻ നീക്കമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഒരാളുടെ പേരിലും നിലപാടുകൾ അടിയറവ് വെക്കില്ലെന്നും VK സനോജ്. ഹക്കീം ഫൈസി അദൃശ്ശേരിയുമായി സാദിഖ് അലി തങ്ങൾ വേദി പങ്കിട്ടത് യാദൃച്ഛികമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സമസ്തയെ വെല്ലുവിളിച്ചു പോയി വേദി പങ്കിട്ടു എന്നത് ദുഷ്പ്രചാരണമാണ്. സമസ്തയുടെ തീരുമാനങ്ങളെ ലീഗ് തള്ളിപ്പറയില്ലെന്നും ഭിന്നതയുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. സമസ്ത യുവജന വിഭാഗത്തിന്റെ വിലക്ക് ലംഘിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹക്കീം ഫൈസി അദൃശ്ശേരിയുമായി വേദി പങ്കിട്ടു. നാദാപുരത്ത് വാഫി കോളേജ് ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. ഹക്കീം ഫൈസിയുമായി സഹകരിക്കരുതെന്നായിരുന്നു SYSന്റെ നിർദ്ദേശം. SYS സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് സാദിഖ് അലി തങ്ങൾ. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ തോക്കുമായെത്തിയ യുവാവ്
ജീവനക്കാരെ അകത്താക്കി ഗേറ്റ് കനാൽ വെള്ളം തുറന്നുവിടാൻ കഴിയാത്ത പഞ്ചായത്ത് അടച്ചുപൂട്ടുക എന്ന പ്ലക്കാർഡ് കൈയിലേന്തിയാണ് യുവാവ് എത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യർ സാക്ഷി വിസ്താരത്തിനായി കോടതിയിലെത്തി. 12 മണിയോടെയാണ് മഞ്ജു വാര്യർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത്. അട്ടപ്പാടി മധു കേസിൽ അന്തിമവാദം ആരംഭിച്ചു. ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ആദിവാസി യുവാവ് മധു മരിച്ച് 5 വർഷം തികയുന്ന ഘട്ടത്തിലാണ് വിചാരണയും അവസാന ഘട്ടത്തിലേക്ക് കടന്നത്. 16 പ്രതികളാണ് കേസിൽ വിചാരണ നേരിടുന്നത്. ആദിവാസി യുവാവ് വിശ്വനാഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സ്ഥിരീകരണം. ആദിവാസിയാണെന്നറിഞ്ഞ് ബോധപൂർവം ചോദ്യം ചെയ്തതാണെന്ന് പോലീസ്. ജനമധ്യത്തിൽ അപമാനിതനായ മനോവിഷമത്തിലാണ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് റിപ്പോർട്ട് പറയും. വിശ്വനാഥന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP കെ സുദർശനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും ചിലരെ കൂടി തിരിച്ചറിയാനുണ്ടെന്നും ACPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പത്തനംതിട്ട അടൂരിൽ വസ്തുതർക്കത്തെ തുടർന്നുണ്ടായ ഗുണ്ടാ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ പിടിയിലായി. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട അനീഷാണ് പിടിയിലായത്. മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുന്നു. കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ എറണാകുളം സ്വദേശികളെയാണ് കസബ പോലീസ് പിടികൂടിയത്. നഗരത്തിലെ ലോഡ്ജിൽ വെച്ച് നിർബന്ധിച്ച മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനുള്ള സ്റ്റേ നീക്കി ഹൈക്കോടതി. PVC പെറ്റ് കാർഡിൽ ലൈസൻസ് നൽകാനുള്ള നടപടിയുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകാനുള്ള തീരുമാനം പിൻവലിച്ചതായും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നത് വിലക്കി ഹൈക്കോടതി. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ഒറ്റപ്പാലം പൂക്കോട്ട് കാളികാവ് ക്ഷേത്ര ഭരണ സമിതിയിൽ CPM പ്രാദേശിക നേതാക്കളെ അംഗങ്ങളായി തെരഞ്ഞെടുത്തതിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ ഘടിപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കും. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് സമയപരിധി നീട്ടുന്നത്. ഫെബ്രുവരി 28-ന് മുൻപ് ക്യാമറ ഘടിപ്പിക്കാൻ പ്രയാസമാണെന്ന് സംഘടനാ നേതാക്കൾ ഗതാഗത മന്ത്രിയെ കണ്ട് അറിയിച്ചു. പാലക്കാട് ചിറ്റൂരിലെ CPM ജനതാദൾ സംഘർഷത്തിൽ 12 ജനതാദൾ പ്രവർത്തകർ അറസ്റ്റിൽ. കൊടിമരവും സ്തൂപവും നശിപ്പിച്ചെന്ന CPMന്റെ പരാതിയിലാണ് അറസ്റ്റ്. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അവിശ്വാസികൾക്കെതിരായ തന്റെ പ്രസംഗത്തെ രാഷ്ട്രീയമായി വക്രീകരിക്കുകയാണെന്ന് സുരേഷ് ഗോപി MP. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മതാചാരങ്ങളെ തടയാൻ ശ്രമിക്കുന്നവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. ശബരിമല വിഷയത്തെ മുൻനിർത്തിയാണ് പറഞ്ഞതെന്നും സുരേഷ് ഗോപി. കോട്ടയം ADM ജിനു പുനൂസിന്റെ അനധികൃത വാഹന ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മന്ത്രിയുടെ വാദം കളവെന്ന് രേഖകൾ. ജിനു പുനൂസിനെതിരെ റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെയും അതിന് ലഭിച്ച മറുപടിയുടെയും പകർപ്പ് ന്യൂസ് 18-ന് ലഭിച്ചു. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സുള്ളിയ കടമ്പയിൽ ആനയെ പിടികൂടാൻ വനംവകുപ്പിന്റെ പ്രത്യേക സംഘമെത്തി. ഓപ്പറേഷൻ എലിഫന്റ് എന്നാണ് ദൌത്യത്തിന്റെ പേര്. ദൌത്യത്തിൽ പ്രത്യേക പരിശീലനം നേടിയ 5 ആനകളുമുണ്ട്. ഹൈദരാബാദിൽ ഞായറാഴ്ച 4 വയസ്സുകാരനെ തെരുവ് നായ്ക്കൾ കടിച്ചു കീറിക്കൊന്നു. വയറ്റിൽ പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടി തെരുവിലൂടെ നടക്കുമ്പോൾ 3 നായ്ക്കൾ ഓടിവന്ന് ആക്രമിക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. വിലക്കയറ്റത്തിൽ പൊതുവിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോയും പ്രതിസന്ധിയിൽ. 3500 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് സ്ഥാപനത്തിനുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നായി പിരിഞ്ഞു കിട്ടാനുള്ളതാകട്ടെ 2300-ലധികം കോടി. കൂടുതൽ വാർത്തകൾ. ജമ്മു കാശ്മീരിൽ CRPFന്റെ നേതൃത്വത്തിൽ പരിശോധന. ബാരാമുള്ള, അനന്തനാഗ്, പുൽവാമ, ബദ്ഗാം, സോപ്പോർ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. നാർക്കോട്ടിക്സ് തീവ്രവാദ കേസിലായിരുന്നു നടപടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി റെയ്ഡുമായി NIA. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് പരിശോധന.
ഗുണ്ടാസ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലും ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തനങ്ങളിലുമുള്ള കേസുകളിലാണ് നടപടികൾ. ദേശവ്യാപക പരിശോധനയുമായി ആദായ നികുതി വകുപ്പ് 64 ഇടങ്ങളിലായാണ് പരിശോധന. യുഫ്ലെക്സ് ലിമിറ്റഡിന്റെ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. രാജ്യത്തെ 24 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നു. ഝാർഖണ്ഡ് ഗ്രാമവികസന മന്ത്രാലയം എഞ്ചിനീയർ വീരേന്ദ്ര റാമുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു പരിശോധന. ഝാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലും റെയ്ഡ് നടന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മേഘാലയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് അനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ. BJP ഉൾപ്പെടുന്ന സഖ്യമാണ് മേഘാലയ ഭരിക്കുന്നത്. അനുമതി നിഷേധിച്ചെങ്കിലും റാലിയുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ തീരുമാനം. വെള്ളിയാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. മേഘാലയയിലെ സോഹിയോങ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. നിലവിലെ മന്ത്രിയും സ്ഥാനാർത്ഥിയുമായ HDR ലിങ്ഡോയുടെ മരണത്തെ തുടർന്നാണ് തീരുമാനം. ഇന്നലെ വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ കുഴഞ്ഞുവീണ മന്ത്രി ലിങ്ഡോ മരിച്ചത്. ബ്രസീലിൽ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും 36 പേർ മരിച്ചു. സാം പൗലോയിലാണ് മഴ നാശം വിതച്ചത്. സാം സെബാസ്റ്റ്യോ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവഹാനിയും നാശനഷ്ടവും ഉണ്ടായത്. 40ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിലുണ്ടായ വെടിവയ്പിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. പ്രശസ്തമായ മാർഡിഗ്രാസ് പരേഡിനിടെയായിരുന്നു വെടിവയ്പ്. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പരിക്കിനെ തുടർന്ന് ഓസ്ട്രേലിയൻ ബാറ്റർ ഡേവിഡ് വാർണർക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന 2 മത്സരങ്ങളും നഷ്ടമാകും. ഇടത് കൈമുട്ടിലെ പരിക്കാണ് തിരിച്ചടിയായത്. ഡൽഹി ടെസ്റ്റിനിടെ മുഹമ്മദ് സിറാജിന്റെ ബൗൺസർ കൊണ്ടാണ് വാർണർക്ക് പരിക്കേറ്റത്. ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. റയൽ മാഡ്രിഡ് ലിവർപൂളിനെ നേരിടും. ആൻഫീൽഡ് രാത്രി 1:30-ക്കാണ് മത്സരം. കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ ലിവർപൂളിനെ 1 ഗോളിനാണ് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫിൽ വാറ്റ്ഫോർഡിന് ജയം. വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയോണിനെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കെൻസെമ വാറ്റ്ഫോർഡിനായി ഇരട്ട ഗോൾ നേടി. സ്പാനിഷ് ലീഗിൽ ഗെറ്റാഫെയ്ക്ക് ജയം. വലൻസിയ എതിരില്ലാത്ത 1 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. ലീഗിൽ 2ാം സ്ഥാനത്തുള്ള വലൻസിയയുടെ സീസണിലെ ആദ്യ തോൽവിയാണത്. 25-ാം മിനിറ്റിൽ ആരംബറി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനെ തുടർന്ന് 10 പേരുമായാണ് ഗെറ്റാഫെ 65 മിനിറ്റ് കളിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ലിവർപൂൾ വിൽക്കില്ലെന്ന ഉടമ ജോൺ ഹെൻറി. അതേസമയം ക്ലബിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കാമെന്ന സൂചനയും ഹെൻറി നൽകി. 2010-ലാണ് ജോൺ ഹെൻറിയുടെ ഉടമസ്ഥതയിലുള്ള ഫെൻവേ സ്പോർട്സ് ഗ്രൂപ്പ് ലിവർപൂളിന്റെ ഉടമസ്ഥത സ്വന്തമാക്കിയത്. നൊവാക് ജോക്കോവിച്ച് സ്റ്റെഫി ഗ്രാഫിന്റെ റെക്കോർഡിനൊപ്പമെത്തി. ടെന്നീസിൽ ലോക 1-ാം നമ്പർ റാങ്കിൽ ഏറ്റവും കൂടുതൽ കാലം തുടർന്നു എന്ന റെക്കോർഡിനൊപ്പമാണ് ജോക്കോവിച്ച് എത്തിയത്. ഇത് 377-ാം വാരമാണ് ജോക്കോവിച്ച് ലോക 1-ാം റാങ്കിങ്ങിൽ തുടരുന്നത്. ഖത്തർ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ ബ്രിട്ടന്റെ ആൻഡി മറയ്ക്ക് ജയം. ലോറൻസോ സോനെഗോയെ 3 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിലാണ് തോൽപ്പിച്ചത്. സ്കോർ 4-6, 6-1, 7-6. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നാണ് MBA വിദ്യാർത്ഥികളായ അപർണ, സുദേവ് എന്നിവർ വീണ് പരിക്കേറ്റത്. ഗാനമേളയ്ക്കിടെ നടന്ന സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ബിബിന്റെ യൂണിഫോമും നെയിം പ്ലേറ്റും വലിച്ചു കീറി. ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച് ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. നെടുമ്പാശ്ശേരിയിൽ 85 ലക്ഷം രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ദുബായിൽ നിന്നും എത്തിയ പാലക്കാട് സ്വദേശി മുഹമ്മദ് അറസ്റ്റിലായി. കൊല്ലത്ത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി മേയറുടെ റൂമിന് മുൻപിൽ പ്രതിഷേധവുമായി ഡോക്ടർ. അയൽവാസിയുടെ വ്യാജ പരാതി കാരണം കടപ്പാക്കടയിൽ ക്ലിനിക്ക് നടത്താനാകുന്നില്ലെന്നാണ് ഡോക്ടർ ബിജി പ്രസാദിന്റെ പരാതി. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉടൻ നൽകാൻ നേരിട്ട് മേയർ ഇടപെട്ടതോടെ ഡോക്ടർ സമരം അവസാനിപ്പിച്ചു. കാസർഗോഡ് സബ് ജയിലിൽ പാർപ്പിച്ച ഇസ്ബുൾ സിയാദിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജനുവരി 2-നാണ് വിയൂരിൽ നിന്നും സിയ കാസർഗോഡ് എത്തിയത്.
വയനാട് ചുരത്തിൽ ഗതാഗതക്കുരുക്ക്. കോഴിക്കോട് വയനാട് കളക്ടർമാർ വിഷയത്തിൽ ചർച്ച നടത്തി. താൽക്കാലിക പരിഹാരമായി ലക്കിടിയിൽ ക്രെയിൻ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് വയനാട് കളക്ടർ എ. ഗീത. കൂറ്റനാട് മൂളിപ്പറമ്പിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ 2 പേർ പിടി. മൂളിപ്പറമ്പ് സ്വദേശികളായ അനീഷ്, ജ്യോതിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റ് 4 പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. തിരുവനന്തപുരം കിളിമാനൂരിൽ ഒടിഞ്ഞുകിടന്ന വീട് കുത്തിത്തുറന്ന് റബ്ബർ ഷീറ്റും ഒട്ടുപാലും മോഷ്ടിച്ച പ്രതി അറസ്റ്റിലായി. അങ്കമാലി ഇളവൂർ പീടികപ്പറമ്പിൽ ജോബിനാണ് അറസ്റ്റിലായത്. 40ഓളം ഷീറ്റും 60 കിലോ ഒട്ടുപാലുമാണ് മോഷ്ടിച്ചത്. തിരുവനന്തപുരം കിളിമാനൂരിൽ ചിട്ടിത്തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിലായി. കേച്ചേരി ഫിനാൻസ് കിളിമാനൂർ ബ്രാഞ്ച് മാനേജറായ ചടയമംഗലം സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ 25ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസും അറിയിച്ചു. ആലപ്പുഴയിലെ അഭ്യസ്ത വിദ്യരായ വനിതകൾക്കായി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കേരള നോളജ് എക്കോണമി മിഷൻ ആവിഷ്കരിച്ച തൊഴിലരങ്ങത്തേക്ക് ക്യാമ്പയിന്റെ ഭാഗമായി ഫെബ്രുവരി 22-ന് പുനപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിലാണ് മേള. രാവിലെ 8 മണിക്ക് തുടങ്ങും. 40-ലേറെ കമ്പനികൾ പങ്കെടുക്കും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സഹായ ഉപകരണ വിതരണം താനൂരിൽ നടന്നു. ജില്ലാതല വിതരണം മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. +1 വിദ്യാർത്ഥിനി റിസ്വാനയ്ക്ക് പവർ വീൽ ചെയർ നൽകിക്കൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. കിളിമാനൂരിൽ ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. പാങ്ങോട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. കിളിമാനൂർ പന്തുവിള സ്വദേശി രാജീവിന്റെ ബൈക്ക് കല്ലറ മാടന്നട ക്ഷേത്രത്തിന് സമീപം വെച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് 100ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്തി. പി. കെ. ബഷീർ എം.എൽ.യുടെ അധ്യക്ഷതയിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി. എൻ. വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാരണാസിയിൽ നടന്ന 5ാമത് മാസ്റ്റേഴ്സ് നാഷണൽ ടൂർണമെന്റിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പുരുഷ ഹാൻഡ്ബോൾ ടീമിനത്തിൽ ജേതാക്കളായ കേരള ടീം ഫൈനലിൽ ഉത്തർപ്രദേശ് ടീമിനെ 15-നെതിരെ 16 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ടീം ജേതാക്കളായത്. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന പദ്ധതിയുമായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ആശയവിനിമയത്തിൽ പ്രാവീണ്യം നൽകുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ആദ്യഘട്ടമെന്ന നിലയിൽ തെരഞ്ഞെടുത്ത 26 സർക്കാർ സ്കൂളുകളിൽ ഈ വർഷം പദ്ധതി നടപ്പിലാക്കി. കോഴിക്കോട് മടവൂരിൽ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് 1 വർഷം കഴിയുമ്പോഴും പുനർനിർമ്മാണത്തിന് നടപടിയില്ല. രാംപുയയിൽ മുട്ടാഞ്ചേരി റോഡാണ് KSEBിയുടെ കേബിൾ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ചത്. കൽപ്പറ്റയിൽ നഗരസഭയുടെ അനുമതിയില്ലാതെ സ്വകാര്യ എസ്റ്റേറ്റുകാർ തോട്ടിൽ നിർമ്മിച്ച തടയണ നാട്ടുകാർ പൊളിച്ചുമാറ്റി. കൽപ്പറ്റ റാട്ടകോലി പുൽപ്പായിലാണ് സംഭവം. പങ്കുവെക്കലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കായംകുളത്ത് ഭിന്നശേഷി കുട്ടികൾ. അരിയും പല വ്യഞ്ജനങ്ങളും അടക്കം വലിയൊരു ശേഖരമാണ് മിസ്ബ സ്കൂളിലെ കുട്ടികൾ ജില്ലാ കളക്ടർ വി. ആർ. കൃഷ്ണ തേജയ്ക്ക് കൈമാറിയത്. ചിൽഡ്രൻ ഫോർ ആലപ്പി ഒരു പിടി നന്മ പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾ സാധനങ്ങൾ ശേഖരിച്ചത്.